അടിമാലിയിൽ 2 പവൻ സ്വർണത്തിന് വേണ്ടിയാണ് പ്രതികളായ അലക്സും കവിതയും ചേർന്ന് ഫാത്തിമ എന്ന 70-കാരിയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത്. ജോലി തേടിയാണ് പ്രതികൾ അടിമാലിയിലേക്ക് എത്തിയത്. ലോഡ്ജിലായിരുന്നു താമസം. എന്നാൽ ഉദ്ദേശിച്ച ഒരു ജോലിയും ഇവർക്ക് ലഭിച്ചില്ല. ഇതിനിടയിലാണ് വാടകയ്ക്ക് വീട് തേടി നഗരത്തിനോട് ചേർന്നുള്ള കുര്യൻസ് പടിയിലെത്തിയത്. കഴിഞ്ഞ 11-ന് ഫാത്തിമയുടെ വീട്ടിലേക്കെത്തിയ പ്രതികൾ ഇവരുമായി പരിചയവും ബന്ധവും സ്ഥാപിച്ചു. 13-നാണ് മോഷണം നടത്തുക എന്ന ഉദ്ദേശത്തോടുകൂടി പ്രതികളെത്തുന്നത്. 14-ാം തീയതി തൃശ്ശൂരിൽ ഇവരുടെ രൂപസാദൃശ്യമുള്ള ആൾക്കാരുള്ളതായിട്ടുള്ള ഒരു രഹസ്യവിവരം ലഭിക്കുകയും അതിനെപ്പറ്റി അന്വേഷണം നടത്തിയപ്പോൾ പാലക്കാട് കോയമ്പത്തൂരേക്ക് പോകുന്നൊരു KSRTC വഴി മൂവ് ചെയ്യുന്നതായിട്ട് അറിയാൻ സാധിക്കുകയും ചെയ്തു. തുടർന്ന് പാലക്കാട് പോലീസുമായിട്ട് കോപ്പറേറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ ടീമും ഓൾറെഡി അവിടത്തേക്ക് എത്തുകയുണ്ടായി. അങ്ങനെയാണ് നമ്മൾ ഈ സസ്പെക്ഷനെ നമ്മൾ കസ്റ്റഡിയിലെടുക്കുകയും ക്വസ്റ്റ്യൻ ചെയ്യുകയും ചെയ്തത്. ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അവർ കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. ഫാത്തിമയുടെ ശരീരത്തിലുണ്ടായിരുന്ന 2 പവൻ സ്വർണ്ണമാലയാണ് പ്രതികൾ കവർന്നത്. അടിമാലിയിലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ 60,000 രൂപയ്ക്ക് പണയം വെച്ച് ഇതുമായി തമിഴ്നാട്ടിലേക്ക് കടക്കുക എന്നതായിരുന്നു ഉദ്ദേശം. അടിമാലിയിൽ നിന്നും ഇവർ വിളിച്ച ടാക്സി ഡ്രൈവർ നൽകിയ വിവരമാണ് പ്രതികളിലേക്ക് വേഗത്തിലെത്താൻ പോലീസിനെ സഹായിച്ചതും. യാത്രാമധ്യേ തൃശൂരിൽ വെച്ച് ഹെയർ സ്റ്റൈൽ മാറ്റാനും ഇരുവരും ശ്രമിച്ചിരുന്നു. തുടർന്നും തമിഴ്നാട്ടിലേക്കുള്ള യാത്ര ചെയ്ത ഇവരെ പാലക്കാട് കുഴൽമന്ദത്ത് വെച്ചാണ് പിടികൂടുന്നത്. കവിതയും അലക്സും 3 മാസമായി ഒരുമിച്ചാണ് താമസം. സഹപാഠികളായ ഇരുവർക്കും മറ്റൊരു കുടുംബം കൂടിയുണ്ട്. പ്രതികൾക്ക് നേരത്തെ തന്നെ ക്രിമിനൽ പശ്ചാത്തലമുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഒരു പോക്സോ കേസിൽ ഇരുവരും പ്രതികളുമാണ്. തെളിവെടുപ്പിനിടെ പ്രതികൾക്ക് നേരെ പ്രദേശവാസികളുടെ പ്രതിഷേധവും ഉണ്ടായി. ഫാത്തിമയുടെ കഴുത്തുറക്കാൻ ഉപയോഗിച്ച കത്തിയും ഇവർ കവർന്ന മൊബൈൽ ഫോണും കോതമംഗലത്തെ പുഴയിൽ എറിഞ്ഞു എന്നാണ് പ്രതികൾ നൽകിയിരിക്കുന്ന മൊഴി. കോടതിയിൽ ഹാജരാക്കിയ ഇരുവരെയും റിമാൻഡ് ചെയ്തു. കൊലപാതകം നടന്ന 18 മണിക്കൂറിനുള്ളിൽ തന്നെ പ്രതികളെ കണ്ടെത്താനും അവരെ അറസ്റ്റ് ചെയ്യാനും പോലീസിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഈ സംഭവത്തിലെ പ്രധാന നേട്ടം. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കോതമംഗലം ചേലാട് നടന്ന വൃദ്ധയുടെ കൊലപാതകവുമായി ഇവർക്ക് ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ എന്ന കാര്യം കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട്. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.